ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇട്ടിട്ട് നമുക്കൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാനെൻ്റെ റിംഗ് ലൈറ്റൊന്നും എടുത്തിട്ടില്ല. സാധാരണ വരുമ്പോൾ റിംഗ് ലൈറ്റൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം വീഡിയോ ചെയ്യണമെന്ന് തോന്നി, പക്ഷേ റിംഗ് ലൈറ്റ് കയ്യിലില്ല. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നിട്ടിതാ നല്ലതുപോലെ ഈ ബ്രെഡ് സ്ലൈസസ് ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ഉണ്ടാവരുത്. ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ വെള്ളം കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ എത്ര ബ്രെഡ് സ്ലൈസസ് ആണ് എടുക്കുന്നത് അത്രയും തന്നെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഞാനിപ്പം ഈ റെസിപ്പിക്ക് എടുത്തിട്ടുള്ളത് 9ഓളം ബ്രെഡ് സ്ലൈസസ് ആണ്. 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ആണ് എടുത്തത്. അതിന് കണക്കായിട്ട് 9ഓളം ബ്രെഡിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതേപോലെ തന്നെ നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ എല്ലാം വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചൂടോടുകൂടി ഇങ്ങനെ ഉടക്കുകയാണെങ്കിൽ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ സാരമില്ല, നമ്മളിതൊന്നും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കും. ആ സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. അങ്ങനെ ഇതിപ്പോൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ സ്മാഷറൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവി വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കയ്യിലാന്ന് വെച്ചിട്ട് ആരും ഇതുണ്ടാക്കാണ്ടിരിക്കണ്ട, അതിന് പകരമായിട്ട് അരിപ്പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലക്ക് പകരം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത് മാത്രം. ഇതുപോലെ എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടല്ലോ, ഞാനിവിടെ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതങ്ങനെ എണ്ണ ഒടിക്കൊന്നുമില്ല. നമ്മളിതിലേക്ക് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനും അതുപോലെ എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാനായിട്ടാണ്. ഇനിയിപ്പോൾ 1/4 കപ്പിന് പകരം കുറച്ച് അധികം ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ അധികം പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇതിവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇതേപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാനുള്ള ഒരു സമയം അത്രയേ വേണ്ടൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വൈകുന്നേരം ചായയുടെ കൂടെ, മഴയൊക്കെയാണല്ലോ, മഴ സമയത്ത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.